ഞാൻ ആദ്യം ശ്രീ ഫാബിയനിലേക്ക് പോകുന്നു. ഫാബിയൻ, 26 ജീവനെടുത്ത കൂട്ടക്കുരുതിയാണ്. ഇന്ത്യയുടെ ഇതുവരെയുള്ള പ്രതികരണം അന്താരാഷ്ട്ര സമൂഹത്തിലധികം അടക്കം സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ പക്വമായ പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, എന്നാൽ അതിരൂക്ഷമായ പ്രതികരണവും. കെ പി ഫാബിയൻ, പക്ഷേ ഇപ്പോഴീ നിമിഷവും നമുക്ക് ഈ ഭീകരവാദികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതൊരു ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. പ്രതിപക്ഷത്തു നിന്നുമുള്ള MP ശശി തരൂർ പറയുന്നത് ഈ നിമിഷം ആ ഇൻ്റലിജൻസ് വീഴ്ചയെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ്. പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപിപ്പിച്ചിട്ടും ഇന്ത്യയുടെ സംയമനത്തോടെയുള്ള പ്രതികരണം നയതന്ത്ര മേഖലയിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞു. കെ പി ഫാബിയൻ. തീർച്ചയായിട്ടും ഇന്ത്യക്ക് അന്താരാഷ്ട്രീയ സമിതിയുടെ പിന്തുണയുണ്ട്, പരിപൂർണ പിന്തുണയുണ്ട്. അതേസമയത്ത് തന്നെ നമ്മൾ സെക്യൂരിറ്റി കൗൺസിൽ എന്താണ് നടന്നതെന്നുള്ളത് മനസ്സിലാക്കണം. സെക്യൂരിറ്റി കൗൺസിൽ ഫ്രഞ്ച് പ്രസിഡൻസിയാണ് ഒരു ജോയിന്റ് പ്രസ് സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തുവിട്ടത്, ഒരു റെസൊല്യൂഷനാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഇതാണ്: പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസില് ഒരു നോൺ പെർമനന്റ് മെമ്പറാണ്. പിന്നെ വേറൊന്ന് നോക്കാനുള്ളത്, ആ ജോയിന്റ് പ്രസ് സ്റ്റേറ്റ്മെന്റിലും ലോകരാഷ്ട്രങ്ങൾ റെലവന്റ് അതോറിറ്റീസുമായിട്ട് സഹകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ റെലവന്റ് അതോറിറ്റീസ് അല്ല പറയേണ്ടത്, ഇന്ത്യയിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇന്ത്യൻ അതോറിറ്റീസായിട്ടാണ് സഹകരിക്കേണ്ടത്. അത് പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ മാറ്റിയതാണ്. അതുകൊണ്ട് പിന്തുണയുണ്ട് നമുക്ക്, പക്ഷെ ആ പിന്തുണയുടെ ലെവൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. Debate with Dr. Arun Kumar.